ജോസ് കെ മാണി പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എൽ ഡി എഫിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. അതെ, അതൊരു തുറന്ന കത്തിലൂടെയാണ് സി പി എമ്മിനെ ഇത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പം ഒരു സീറ്റ് പോലും ഇല്ല ജോസ് കെ മാണി വിഭാഗത്തിന്. ഘടകകക്ഷികൾ ആരും തന്നെ ഇല്ല അവിടെ. എൽ ഡി എഫിലുള്ളതെന്ന് പറയുന്നത് സി പി എം, സി പി, പിന്നെ കൂത്തുപറമ്പിൽ നിന്നുള്ള RJDയുടെ ഒരു MLA ഉണ്ട്, ബാക്കി ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പം UDF മികച്ച പ്രകടനത്തോടുകൂടി ഭരണത്തിൽ വിരിക്കുന്നു. ഇതാണ് ജോസ് കെ മാണിയെ കൂടുതൽ അസഹിഷ്ണുതയുള്ള ആളാക്കി മാറ്റുന്നത്. ഇപ്പം ജോസ് കെ മാണി പറയുന്നത് LDF താൻ ഉന്നയിച്ച പല കാര്യങ്ങളും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കണമെന്ന് ഞാൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ UDF സർക്കാർ അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അവഗണന ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതൃപ്തിയിലാണ് ജോസ് കെ മാണി മുമ്പോട്ട് പോകുന്നത്. അത് കറക്റ്റാണ്. കാരണം ചില അന്തർധാരകൾ NDAയിലേക്ക് വന്നാലോ എന്ന് ചില ഡിസ്ട്രിക്ട് പ്രസിഡന്റന്മാർ മാണിയുടെ മകൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട്, ജോസിൻ്റെ കൂടി പറഞ്ഞിരിക്കുക. നമുക്കെന്തിനാണ് ഇങ്ങനെ അപമാനം സഹിച്ച് LDF നിൽക്കണം, നമുക്ക് മുന്നണി മാറിക്കൂടെ എന്ന്. ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ NDAയിലേക്ക് പോവുകയാണ് എങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേഷൻ വരും. സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയും ആകാം. അങ്ങനെ ഒരു സജഷൻ വന്ന് NDAയിലേക്ക് വരുമെന്നറിഞ്ഞപ്പോൾ ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് LDF സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സന്തത സഹചാരിയായ ഒരാൾ പറഞ്ഞു, താമസിയാതെ തന്നെ ജോസ് മാണി നേരെ NDA ക്യാമ്പിലെത്തും. അപ്പോൾ ഇത് ജോസ് കെ മാണി മാത്രമല്ല, ബാക്കി കോൺഗ്രസ് എസ് ആയാലും RSP ആയാലും കുഞ്ഞുമോൻ്റെ പാർട്ടി ആയാലും കോവൂറിൻ്റെ ആയാലും എല്ലാം പരാജയപ്പെട്ട് തരിപ്പണമായി. ആകെ ചേട്ടൻ സൂചിപ്പിച്ച CPIക്കും ജനതാദളിനും മെമ്പറും CPMനും മാത്രം അസംബ്ലിയിൽ 35 പേരടങ്ങുന്ന ഒരു സദസ്സിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക കേരളത്തിൽ പ്രാദേശിക പാർട്ടികൾ ഇല്ലാതായി. അതൊരു വളരെ ഇത്രയും കാലം എത്ര മോശമായ തിരഞ്ഞെടുപ്പ് നടന്നാലും എല്ലാ പാർട്ടികൾക്കും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന 9ൽ പരം ബഡ്ജറ്റ് അവതരിപ്പിച്ച നിയമസഭയുടെ അതിഗായകനായ അദ്ദേഹത്തിൻ്റെ മാണി സാറിൻ്റെ പാർട്ടി ഈ രീതിയിൽ പോവുക എന്ന് പറഞ്ഞതിൻ്റെ നാശത്തിൻ്റെ ഒരു കാരണം CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. അതേസമയം വളരെ ക്വൈറ്റായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ PJ ജോസഫിൻ്റെ പാർട്ടിയോ അദ്ദേഹം 9 എണ്ണത്തിൽ നിന്നും 7 എണ്ണത്തിലായിട്ടോ ജയിച്ചില്ല. PJ ജോസഫിന് ഇത്തവണ ലോട്ടറി അടിച്ചത്. അദ്ദേഹം നിർത്തി 10 ചോദിച്ചു, 8 കൊടുത്തു, 7 എന്തോ ജയിച്ചു. അപ്പോൾ 2 മന്ത്രിമാരുണ്ട്, ഒരു മറ്റേ വിപ്പും കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡുണ്ട്, ഞാൻ UDF നിൽക്കും, ഇടതുപക്ഷത്തിൻ്റെ കൂടി നിന്നാൽ CPMൻ്റെ വളർച്ചയെ. മറ്റൊരു കേരള കോൺഗ്രസ് കൂടി ഉണ്ട്, ജേക്കബ് ഉണ്ട്, മന്ത്രിയും കൂടിയാണ് അനൂപ് ജേക്കബ്. അദ്ദേഹത്തിനും ഒരു പാർട്ടി, ഒരു നേതാവ് എന്നുള്ള പാർട്ടിയാണ്. ആ TM ജേക്കബിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എല്ലാം തീർന്നു. കേരള കോൺഗ്രസ് മാണിയും ബാലകൃഷ്ണപിള്ള, ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്, പിന്നെ ജോസ് കെ മാണി വിഭാഗം. അപ്പോൾ വളരും തോറും വളരുന്ന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ വളർന്ന് തളരുന്ന പാർട്ടിയായി മാറി. പണ്ടങ്ങനെയല്ല. ബാലകൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ സ്ട്രോങ് ലീഡറാണ്, മാണി സാർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലീഡറാണ്, TM ജേക്കബ് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ലീഡറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുരുവിള ഇങ്ങനെയുള്ള ആൾക്കാരുടെ പാർട്ടികൾ ഇന്ന് അസ്തമിച്ച് ആകെ PJ ജോസഫിൻ്റെ ഗ്രൂപ്പ് മാത്രമായി മാറി. അതുകൊണ്ടാണ് PJ ജോസഫ് സാർ ഇടയ്ക്ക് പറഞ്ഞത് എല്ലാ കേരള കോൺഗ്രസുകളുടെ ലയനം സാധ്യമായില്ല എങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാണുകയില്ല. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള നമ്മുടെ വാട്ടർ മിനിസ്റ്റർ അഗസ്റ്റിൻ പറഞ്ഞത്, നമുക്ക് UDF ജോസ് മാണി മാറാൻ വേണ്ടി നിന്നപ്പം അഗസ്റ്റിൻ ഇടതുപക്ഷത്തിലേക്ക് പോകും, നിങ്ങൾ പോകണമെങ്കിൽ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പിളർപ്പ് ഒഴിവായത്. അല്ലായെങ്കിൽ വീണ്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നെ. അപ്പോൾ ഇവിടത്തെ
ഒരു കേരള രാഷ്ട്രീയം പരിശോധിക്കുകയാണ് എങ്കിൽ വളരെ കേരള കോൺഗ്രസ്സുകൾ എന്ന് പറയുന്ന പാർട്ടി വളരെ അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. ഇനി എന്തെങ്കിലും കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടിക്ക് ജീവൻ വയ്ക്കണമെങ്കിൽ അത് NDA മുന്നണിയിലേക്ക് പോയി മുന്നണി വിപുലീകരണം ചെയ്യുകയോ കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടുകയോ ചെയ്താൽ, എത്രയോ പ്രാവശ്യം ജോസിനെ ക്ഷണിച്ചതാണ് NDA, പക്ഷെ പോകാൻ തയ്യാറായില്ല. ഇന്ന് അദ്ദേഹത്തിന് ആ കാലം കൊടുത്ത കാവ്യ നീതി എന്നുള്ള നിലയിൽ ഒരു അധികാരവുമില്ലാതെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിൽക്കുകയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രക്ഷപ്പെടണമെങ്കിൽ NDA ക്യാമ്പിൽ എത്തിയാൽ മാത്രമേ അവർക്ക് വിജയിക്കുവാൻ ഇനി അങ്ങോട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുള്ളൂ. അല്ല എങ്കിൽ CPM തന്നെ ആലോചിച്ച് നോക്കണം. CPM തന്നെ ഗതികെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിനെ വളർത്തുവാൻ തയ്യാറാകുമോ? അവർ തന്നെ വിഴുപ്പലക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. ഗോവിന്ദൻ എന്ന് പറയുന്ന ആളും മുഖ്യമന്ത്രി എന്ന് പറയുന്ന 2 പേരുമാണ് ഇടതുപക്ഷത്തിന് ഈ ദയനീയ തോൽവി പ്രത്യേകിച്ച് CPM കൊടുത്തതെന്ന് പല ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ആ സ്ഥിതിയിൽ അവർ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വള്ളത്തിലേക്ക് ഇനി നമ്മുടെ മാണി സാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് രക്ഷപ്പെടുത്തുവാൻ CPM കൂട്ടു നിൽക്കുകയൊന്നുമില്ല. കാരണം ഇന്നിപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം പുതിയ ഇലക്ഷൻ സമ്പ്രദായങ്ങൾ വരികയും ഇലക്ഷൻ കമ്മീഷൻ സെൻസസ് നോക്കുകയാണ് എങ്കിൽ പ്രാദേശിക പാർട്ടിയാണ്. നാഷണൽ പാർട്ടി എന്നുള്ള അംഗീകാരം CPM-ന് നഷ്ടപ്പെടുവാൻ പോവുകയാണ്. ആ രീതിയിൽ നിൽക്കുമ്പോൾ CPM-ൻ്റെ പ്രസക്തിയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അണികളൊന്നും CPM-ൽ നിൽക്കുന്നില്ല, മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ കോട്ടയം സൈഡ്, ഇടുക്കി സൈഡിലെ കേരള കോൺഗ്രസിൻ്റെ അണികളും കോൺഗ്രസിലേക്ക് ഭരണപക്ഷത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മിച്ചം കുറച്ച് പാർട്ടികൾ BJP-യിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ അധികാരമുള്ള പാർട്ടികളുടെ കൂടെ നിന്നില്ല എങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു ആത്മപരിശോധന അവരുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നതാണ് NDA-യിലേക്ക് അടുക്കുവാൻ പോണോ എന്ന് ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. അത് അപ്പോൾ ജോസ് കെ മാണി അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതെ, ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിയുന്നത്. അതിൽ പഴയ വാട്ടർ മിനിസ്റ്റർ എന്ന് പറഞ്ഞ അഗസ്റ്റിൻ്റെ ഒരു പിടിവാശിയിൽ നിൽക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അത് എത്രത്തോളം അതിൻ്റെ സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അവരുടെ നേതാക്കൾ മാത്രം അറിയാൻ കഴിയുള്ളൂ. പക്ഷേ അവരുടെ കൂടെ നിന്ന പഴയ കൂടെ കിടന്നവർ, പുറത്തു നിൽക്കുന്നവർ പറയുന്നു മിക്കവാറും LDF മുന്നണി സംവിധാനത്തിൽ നിന്ന് വിടുവാൻ ജോസും പാർട്ടിയും തയ്യാറായിരിക്കുമെന്നാണ് പറയുന്നത്. ചില ജില്ലാ കമ്മിറ്റികൾ അഗസ്റ്റിൻ്റെ കൂടെയും ചില ജില്ലാ കമ്മിറ്റികൾ ജോസിൻ്റെ കൂടെയും നിൽക്കുന്നു. ആ ഒരു അമുക്കൽ സെറ്റിൽമെൻറ്റിലേക്ക് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തു വന്നാലും കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അധികാരവർഗത്തിൻ്റെ കൂടെ നിന്നില്ല എങ്കിൽ കോട്ടയം, പ്രത്യേകിച്ച് അവരുടെ തട്ടകമായിട്ടുള്ള കോട്ടയവും ഇടുക്കിയും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അല്ല, അവർ വലിയ, കാരണം അവർ 12 സീറ്റിൽ മത്സരിച്ച് 12 അവർ പരാജയപ്പെട്ടു. KM മാണിയുടെ മരണശേഷം പിന്നീട് ജോസ് കെ മാണിക്ക് പരാജയമേ ഉണ്ടായിട്ടുള്ളൂ. അതെ. അപ്പോൾ ഇനിയെങ്കിലും അതിൽ നിന്ന് കരകയറണമെന്നുള്ളത് കൊണ്ടാണ് പുതിയൊരു നീക്കം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ചേട്ടൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ അതുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാണി സാർ ഇരുന്നപ്പോഴും ജോസഫ് സാറ് ഉണ്ടപ്പോഴും TM ജേക്കബ് സാർ ഉള്ളപ്പോഴും എല്ലാം പറഞ്ഞ എന്താ, മലയോര കർഷകരുടെ പാർട്ടി, കർഷകരുടെ നെൽ പ്രശ്നങ്ങൾ, കർഷകരുടെ റബ്ബറിൻ്റെ താങ്ങുവിലകൾ, അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിക്കാരുടെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി കോട്ടയം സൈഡാണ്. അതെ, ഇന്ന് അടുത്ത കാലത്ത് കോട്ടയത്ത് പോയപ്പോൾ പൈനാപ്പിൾ വാരി കൂട്ടിയിട്ട് അഴുകി കിടക്കുന്നു. അവരുടെ സബ്സിഡികൾ ഇന്ന് കൊടുക്കുന്നില്ല. കുട്ടനാട് തുടങ്ങിയ മേഖലകളിലെ നെൽകൃഷികളെല്ലാം വാരി കൂട്ടിയിട്ട് നെല്ല് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പക്ഷേ മാണി സാറും PJ ജോസഫ് സാറും എല്ലാം ഉള്ളപ്പോൾ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി താങ്ങുവിലകൾക്കൊരു പരിഹാരം കാണുമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്, കർഷക തൊഴിലാളി ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് 5 വർഷവും കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം, മണ്ടരി രോഗത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാമെന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് പറഞ്ഞിട്ടും ഇന്ന് 7.5 കോടി തെങ്ങുകൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. കേരം തെങ്ങും കേരള നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ വണ്ട് രോഗം വന്ന് തെങ്ങുകൾ മുറിച്ചു മാറ്റി. എന്തിനേറെ പറയുന്നു, വീടുകളിൽ നിൽക്കുന്ന തെങ്ങിൽ പോലും വണ്ടുണ്ടെന്ന് പറഞ്ഞ് മുറിച്ചു മാറ്റി കോൺക്രീറ്റുകൾ തറയിടുന്ന അവസ്ഥ. ഇന്ന് കേരളമല്ല തെങ്ങ് കൂടുതലുള്ളത്, മലേഷ്യയും നമ്മുടെ കൊളംബോയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തെങ്ങ് സംരക്ഷണത്തിന് വേണ്ടി,
കപ്പ കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി, റബ്ബറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, നെല്ലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, കരിമ്പ് കർഷകരുടെ, ഏലം കർഷകരുടെ, അതുപോലെ നമ്മുടെ ഇഞ്ചി കർഷകരുടെ, ഗ്രാമ്പു, ഇവർക്കൊന്നും താങ്ങുവിലകളില്ല. കുറച്ച് സ്പൈസസ് ലോകരാഷ്ട്രങ്ങൾക്ക് വേണം, അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാടമവും കുറച്ച് ഏലവും കുറേ ഇഞ്ചിയും ചുക്കും കുരുമുളകും അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, ജീവിക്കുന്നു. പക്ഷേ കർഷകർ അന്നും ഇന്നും കർഷകർ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന കഥ പോലെ കർഷകർക്ക് വേണ്ടിയുള്ള ഈ പാർട്ടി കർഷകർക്കൊന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ സൂചിപ്പിച്ച വി.ഡി. സതീശൻ്റെ ബഡ്ജറ്റിലാണ് അർഹമായ നെൽകർഷകരെയും റബ്ബർ കർഷകരെയും സംരക്ഷിക്കുമെന്ന് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട പ്രാദേശിക കർഷക കേരള കോൺഗ്രസ് നേതാക്കൾ UDF-ലേക്ക് പോകും. അവരുടെ ജീവിത പ്രശ്നമാണ്. അന്ന് കൊട്ടിയാലേ അവർക്ക് അന്ന് കഞ്ഞി കുടിക്കാവുള്ളൂ. ആ രീതിയിൽ വരണമെങ്കിൽ കേരള കോൺഗ്രസ് ഒരു കാലഘട്ടത്ത് ഇവിടെ കർഷകരുടെ പാർട്ടിയായിരുന്നു. ക്ഷീര കർഷകരുടെ പാലുകൾ സംരക്ഷിച്ച് സൊസൈറ്റികൾ വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു മുൻ UDF സർക്കാരുകൾ ഇരുന്നപ്പോൾ. ഇടതുപക്ഷ സർക്കാർ എന്നപ്പോൾ ക്ഷീര കർഷകരുടെ സബ്സിഡികൾ പോലും വെട്ടിമാറ്റി. ഇന്ന് എത്ര നാട്ടിൻപുറങ്ങളിൽ ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട്? ഒന്നുമില്ല. ഇന്ന് ആശ്രയിക്കുന്ന തമിഴ്നാട് പാലിൻ്റെ, പിന്നെ മായം ചേർത്ത് കൊടുക്കുന്ന മിൽമയുടെ പാല്. മിൽമ ശരിക്കും കറക്റ്റ് പാലല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് പോയാൽ കേരളത്തിൻ്റെ ക്ഷീര കർഷകരുടെ ഗതി എന്താകും? കിട്ടുന്ന പശുക്കളെയെല്ലാം അവർ കൊന്ന് ഗോമാംസത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട കർഷകർക്ക് വേണ്ടി 5 വർഷം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റും അതിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന കേരള കോൺഗ്രസും ഒരു ചുക്കും ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ബുദ്ധിമാനായ വി.ഡി. സതീശൻ ഇന്ന് ക്ഷീര കർഷകർക്ക് വേണ്ടിയും നെൽ കർഷകർക്ക് വേണ്ടിയും റബ്ബർ കർഷകരുടെയും താങ്ങുവിലകളും അവരുടെ അർഹമായ പ്രാതിനിധ്യം UDF ഗവൺമെൻറ് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കേരള കോൺഗ്രസിൻ്റെ ആ പുളരിലും അവരുടെ പാർട്ടി എന്നുള്ളതിൻ്റെ അവസാന നാഴികക്കല്ലാണ്. അതുകൊണ്ട് കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് NDA-യിലേക്ക് പോകണമെന്നാണ് പല മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെടുന്നത്. ഒരു ചുരുങ്ങിയ ദിവസത്തിനകം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജോസ് കെ മാണി NDA ക്യാമ്പിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.